സിർക്കിന്റെ പരിപാടിയൊന്നും കയറ്റിയിട്ടും അല്ല കേട്ടോ. ഇപ്പൊ ചില ആളുകൾ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് ഹറാമ് നോക്കുന്നില്ല, അതുപോലെ തന്നെ കുഫർ നോക്കുന്നില്ല, സിർക്ക് നോക്കുന്നില്ല, എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ പേരിൽ എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നവരുണ്ട്. അതിനൊന്നും പണ്ഡിതന്മാർ ഉത്തരവാദികൾ അല്ല, അതിന് സുന്നത്ത് ജമാഅത്തും ഉത്തരവാദികൾ അല്ല. എങ്ങനെയാണ് നബിദിന റാലി നടത്തേണ്ടത്, എങ്ങനെയാണ് നബിദിന പരിപാടി നടത്തേണ്ടത്, അതൊക്കെ നമ്മളെ ഇമാമിങ്ങൾ നല്ല ഭംഗിയായി അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പണ്ഡിതന്മാർ ഇന്നേവരെയും പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു റാലി നടന്നു. ആ റാലിയുടെ ഫോട്ടോ വെച്ച് നീക്കൊരാൾ ഒരു വോയിസ് അയച്ചു. ഒരാൾ പറയുന്നു, നല്ല ഉഷാറുണ്ട്, റാലിയൊക്കെ നല്ല ഉഷാറുണ്ട്, പക്ഷേ ഇങ്ങനെ റാലി നടത്തണം മദ്രസന്റെ കീഴിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, സഹാബത്ത് നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഞാൻ ചോദിച്ചാൽ അവരോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുക, എന്താണ് ഇതിപ്പോ റാലിനെ പറ്റിയാണ് സംശയം, ഇത് മദ്രസന്റെ കീഴിൽ നടത്തിയ പരിപാടിയല്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്രസ നടത്തിയിട്ടുണ്ടോ? ആദ്യം അത് നോക്കുക. നമ്മൾ നബിതങ്ങൾ ഏതെങ്കിലും ഒരു മദ്രസ നടത്തിയിട്ടുണ്ടോ? നബിതങ്ങളെ മദ്രസ എത്ര മണിക്കാ തുടങ്ങല്, എപ്പോഴാ ബെല്ലടിക്കല്, ആരാ ബെല്ലടിക്കല്, ആരാണ് ഹാജരെടുക്കല്, ഏതാ പട്ടിക, ഏതാ പരീക്ഷ, ഏതാ സർട്ടിഫിക്കറ്റ്, ഏതാ മുഅല്ലിമീങ്ങൾ? അങ്ങനെ ഒരു മദ്രസ നബിതങ്ങൾ നടത്തിയിട്ടുണ്ടോ? സഹാബത്ത് നടത്തിയിട്ടുണ്ടോ? എല്ലാ മുജാഹിദും എല്ലാ ജമാഅത്ത് ഇസ്ലാമിയും എല്ലാവരും നടത്തുന്നുണ്ടല്ലോ മദ്രസ. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ മദ്രസ നടത്തിയിട്ടുണ്ടോ? ഓ സുഹൃത്തുക്കളെ, എന്നാ പിന്നെ മദ്രസ പൊളിക്കണോന്നാ? അല്ല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു പഠിപ്പിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. നബി തങ്ങൾക്ക് പണി തന്നതായിരുന്നില്ലേ? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ പണി തന്നെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കലല്ലേ, ജനങ്ങളെ സംസ്കരിക്കലല്ലേ. ലഖദ മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. നബി തങ്ങൾ കച്ചവടം പഠിപ്പിച്ചിട്ടുണ്ട്, ജോലി പഠിപ്പിച്ചിട്ടുണ്ട്, പലതിനും അവിടത്തേക്ക് മാതൃകയുണ്ട്, എല്ലാ സംഗതികളും പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാവരെയും സംസ്കരിക്കുകയും എല്ലാ അറിവും ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്ത നേതാവല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്രസ നടത്തിയിട്ടുണ്ടോ? സഹാബത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏത് മദ്രസയിലെ മുഅല്ലിമായിരുന്നു? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഏത് മദ്രസയുടെ സദർ മുഅല്ലിമായിരുന്നു? ഇതിനൊക്കെ മറുപടി പറയണ്ടേ മറ്റുള്ളവര്? ഓ സുഹൃത്തുക്കളെ, പക്ഷേ നബിതങ്ങൾ ഇൽമു പഠിപ്പിച്ചിട്ടുണ്ട്, സംശയമില്ലല്ലോ. സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, സംശയമില്ലല്ലോ. ആ ഇൽമു പഠിപ്പിക്കുന്നതിന് കാലോചിതമായി കൃത്യമായ രൂപരേഖ ഉണ്ടാക്കിയതാണ് മദ്രസ. അതുകൊണ്ട് തന്നെ മദ്രസ എന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീൻ ഇവിടെ നിലനിർത്താൻ ഇതേപോലെ ഇബ്നു അബ്ബാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം സഖാവിയെ പോലെ, ഇമാം സുയൂത്തിയെ പോലെ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെ, ഇമാം അബൂ ശാമയെ പോലെ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പണ്ഡിതന്മാര് മുഴുവനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയൽ സഹാബത്തിന് അത് തന്നെയായിരുന്നു ജോലി. നബി തങ്ങളെ ഹദീസ് പറയൽ അത് തന്നെയായിരുന്നു സഹാബത്തിന് ജോലി. നബി തങ്ങളെ കുറിച്ച് പറയലും ഓർക്കലും അല്ലാതെ അവർക്ക് വേറെ വല്ല പരിപാടി ഉണ്ടായിരുന്നോ? സദാസമയവും അത് തന്നെയായിരുന്നു സഹാബത്തിന്റെ ജോലി. അങ്ങനെ ഇരിക്കുമ്പോൾ അവരെ മൈശത്തിന് ആവശ്യമായ സമയം ചെലവഴിച്ച് ബാക്കി മുഴുവനും അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയ സഹാബത്ത് ആ ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും ആവശ്യം നബിതങ്ങളെ മഹത്വം ജനങ്ങൾ അറിയലാണ്, നബിതങ്ങളെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കലാണ്. ആ കാര്യത്തിലാണ് സഹാബത്ത് സമയം മുഴുവനും ചെലവഴിച്ചത്. അങ്ങനെ ചെലവഴിച്ച സഹാബത്തിന്റെ കാലം പോലെ ഇന്ന് നമുക്കാർക്കും അങ്ങനെ ചെലവഴിക്കാനുള്ള പരിപാടിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുന്ന സദസ്സ്, നബി തങ്ങളെ മദ്ഹ് പറയുന്ന സദസ്സ്, അവിടുന്ന് കൊണ്ടുവന്ന ദീനിന്റെ പ്രസക്തി പറയുന്ന സദസ്സ്, അത് ഇതുപോലെ സംഘടിപ്പിക്കുമ്പോൾ മാത്രമാണ് ലോകത്ത് നടന്നു വരുന്നത്. അതുകൊണ്ട് ഇത് നേരത്തെ സഹാബത്ത് ചെയ്തതിന്റെ ക്രമീകരണമാണ്. സഹാബത്ത് നബി തങ്ങളെ മദ്ഹ് ധാരാളം ചൊല്ലിയില്ലേ? എല്ലാ കാര്യത്തിനും പറഞ്ഞിട്ട് ചെയ്യണോ? നബിതങ്ങൾ സാര് സമ്മാനിച്ചു. അതെ, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന് നബിതങ്ങൾ പറഞ്ഞിരുന്നു, കഅബേ നീ എൻ്റെ ഒരു മദ്ഹ് പാടിയ എന്ന് പറഞ്ഞിട്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാര് സമ്മാനിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ മദ്ഹുകൾ പാടി. നബിതങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു.
നബികളുടെ സഹാബത്ത് ചെയ്ത കാര്യം തന്നെയല്ലേ അത്? അപ്പൊ എല്ലാം പറയണമെന്ന് ഒരു കൂട്ടര് തീരുമാനിച്ചു. എന്തൊരു വിവരക്കേടാണ്. ഞാനൊരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ആരും മിണ്ടിയില്ലല്ലോ. അതേ സമയത്ത് ഞാൻ വേറൊരാളെ പേര് പറയാം, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എല്ലാരും റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ. എന്തുകൊണ്ടാ പറഞ്ഞത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനിച്ച് പറഞ്ഞതാ. എന്നാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയണം എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നോ? വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയണമെന്ന് പറഞ്ഞിരുന്നോ? ഇനി അല്ല, വേണ്ട. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാറുണ്ടായിരുന്നോ? ഉമർ ഇബ്നു ഖത്താബിന്റെ പേര് കേൾക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയാറുണ്ടായിരുന്നോ? ഹദീസിലുണ്ടോന്ന് എന്റെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊണ്ട് വന്നോ, ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയി ഇങ്ങനെ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നോ? അപ്പൊ നബിതങ്ങൾ ചെയ്യാത്തതൊന്നും ചെയ്തുകൂടാ, അല്ലെങ്കിൽ നബിതങ്ങൾ ചെയ്തതായി റിപ്പോർട്ട് കിട്ടാത്തതൊന്നും ചെയ്തുകൂടാ എന്നൊക്കെ ആര് പഠിപ്പിച്ച വിവരക്കേടാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഒരാളെ ബഹുമാനിക്കലും ആദരിക്കലും അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ട സംഗതിയാണ്. നമ്മളിപ്പോ ഉസ്താദ് കയറി വരുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ എല്ലാവരുണ്ട്. ഉസ്താദ് പറഞ്ഞോ ഞാൻ പറഞ്ഞു തക്ബീർ ചെല്ലണോ? അങ്ങനെയാണോ ഒരാളെ ബഹുമാനിക്കുന്നത്? അതെ, നമ്മൾ റയീസുൽ വരുമ്പോ എല്ലാവരും എഴുന്നേറ്റുന്നു. റയീസുൽ പറഞ്ഞോ ഞാൻ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റിക്കണോ? ഇങ്ങനെ പറഞ്ഞു ജയിപ്പിക്കലാണോ ബഹുമാനം? ബഹുമാനം എന്നത് അനുയായികൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട സംഗതിയല്ലേ ബഹുമാനം. ആ ബഹുമാനമാണ് ലോകം മുഴുക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അതാണ് ഇസ്മായിൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉൽബാനിൽ പറഞ്ഞത്, വമിൻ തഅദീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമലുൽ മൗലിദി. നബി തങ്ങളെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് മൗലിദ് പരിപാടികൾ. ഇല്ലം യകുൻ ഫീഹി മുൻകർ, അതിൽ നിഷിദ്ധമായ കാര്യമില്ലെങ്കിൽ. ഇമാമിങ്ങൾ എത്ര ശ്രദ്ധിച്ചിട്ടാ പറഞ്ഞത്. കാരണം ഈ നബിദിന റാലിയൊക്കെ വേണ്ടാത്ത കേട്ടുന്ന ചില ആൾക്കാരുണ്ട് എന്ന് അവർ നേരത്തെ തന്നെ കണ്ടറിഞ്ഞ് പറഞ്ഞ മാതിരിയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനം